സ്നേഹവും ബഹുമാനം നിറഞ്ഞ അഭിനന്ദരായ ഈ നാട്ടിലെ പ്രഗത്ഭനായ ഖത്തീബും പ്രിയങ്കരനുമായ ബഹുമാനപ്പെട്ട ഹംസ ഫൈസി ഉസ്താദ് അവരുകളെ, അതുപോലെ അഭിനന്ദരായ സദർ ഉസ്താദ് ഹനീഫ് മുസ്ലിയാർ അവരുകൾ, അതുപോലെ മുഅദ്ദിൻ ഉസ്താദ്, ഇവിടെ ദുആ ചെയ്ത ഇബ്രാഹിം മുസ്ലിയാർ, അതുപോലെ ജമാഅത്തിന്റെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറി, ജോയിന്റ് സെക്രട്ടറിമാർ, ഖജാൻജി ജമാഅത്ത് കമ്മിറ്റി ഭാരവാഹികൾ, ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, നൂറുദ്ദീൻ ജുമാഅത്ത് പള്ളിയുടെ ഉറൂസ് കമ്മിറ്റിയുടെയൊക്കെ ചെയർമാൻ, കൺവീനർ അടക്കമുള്ള ഭാരവാഹികൾ, എംഗമിസിലെ നല്ലവരായ ചെറുപ്പക്കാർ, സ്റ്റേജിലും സദസ്സിലുമുള്ള നേതാക്കന്മാർ, സഹോദരന്മാർ, സഹോദരിമാർ, ഹസ്രത്ത് ഷെയ്ഖ് മൗലവി അവരുടെ ഉറൂസ് വയല് പരിപാടിയുടെ അവസാനത്തെ ദിവസമായ ഇന്ന് ഇവിടെ ഒരുമിച്ച് കൂടിയതിന് പകരം അല്ലാഹു തആല അവന്റെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അൽഹംദുലില്ലാഹ്, ആദ്യമായി വേഗം പരിപാടി തുടങ്ങി ഒരു 10 മണിക്ക് മുമ്പൊക്കെ നിർത്തുന്ന ഈ സംവിധാനം ഈ ജമാഅത്ത് കമ്മിറ്റി, ഉറൂസ് കമ്മിറ്റി അഭിനന്ദിക്കുകയാണ്. വളരെ നല്ല പരിപാടിയാണ്. എല്ലാ സംഘാടകരും ഇതുപോലെ നേരത്തെ തുടങ്ങി ആളുകൾക്ക് ബുദ്ധിമുട്ടാകാത്ത പോലെ, ജനങ്ങളുടെ നിസ്കാരം കളാകാത്ത പോലെ, പിഞ്ചു മക്കൾക്കൊക്കെ ഉറക്കം നഷ്ടപ്പെടുകയും ബുദ്ധിമുട്ടുകൾ വരികയും ചെയ്യാതിരിക്കാൻ വേണ്ടി വളരെ നല്ല പരിപാടിയാണെന്നും ഇത് എല്ലാ നാടുകളിലും ഇങ്ങനെ പെട്ടെന്ന് തുടങ്ങി പെട്ടെന്ന് നിർത്തുന്ന സംവിധാനം ഉണ്ടാകണമെന്നും കൊതിക്കുന്നു. അല്ലാഹു തആല ഖൈറും ബറക്കത്തും റഹ്മത്തും ഏറ്റിയേറ്റി തരണം റഹ്മാനെ. ആ പിന്നിലിരിക്കുന്ന പുരുഷന്മാരൊന്ന് മുന്നിൽ വന്നിട്ട് ഇരുന്നാൽ അൽഹംദുലില്ലാഹ് കുറച്ച് സന്തോഷമാവും. അൽഹംദുലില്ലാഹ്, കുറച്ച് ആളുകളൊന്ന് മുന്നിൽ വന്നിട്ടിരിക്കുക. ഇല്ലെങ്കിൽ ആ മുമ്പിലുള്ള കസേര ഒന്ന് എടുത്തു മാറ്റി, രണ്ടും പറ്റും. അൽഹംദുലില്ലാഹ്, മനുഷ്യന്മാർ നാട്ടുകാരൊന്ന് മുന്നിൽ വന്നിട്ടിരിക്കുക. ബാക്കി കസേരയിലൊക്കെ അൽഹംദുലില്ലാഹ് മുമ്പിലേക്ക് വരാം. ചെറുപ്പക്കാരും വയസ്സുള്ളവരൊക്കെ ഇൻഷാ അല്ലാഹ് കുറച്ച് സമയം ഉണ്ടാവും. ബഹുമാനപ്പെട്ട തങ്ങൾ വരുമ്പോൾ നിർത്തണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. തങ്ങൾ എപ്പം വരും അപ്പം നമുക്ക് നിർത്താത്തതുകൊണ്ട് ഇൻഷാ അല്ലാഹ് കുറച്ച് സമയമാണെങ്കിൽ എല്ലാവരും മുമ്പിലൊക്കെ വന്ന് ഇരുന്ന് സഹകരിക്കുക. മുമ്പിലേക്ക് കയറിയിരിക്കുക. വയസ്സുള്ളവരൊക്കെ എല്ലാവരും കയറിയിരിക്കുക. ഇങ്ങോട്ട് നിങ്ങൾ കയറി ഇരുന്നിട്ടേ ഞാൻ തുടങ്ങും പ്രസംഗം അങ്ങോട്ട്. അല്ലെങ്കിൽ ആ മുമ്പിലുള്ള കസേര എടുത്ത് മാറ്റാം. രണ്ടും പറ്റും. സംഘാടകർ കേറിയിരിക്കുക. പിന്നും ബാക്കിൽ ആൾ ബാക്കിയില്ല. കേറിയിരിക്കുക. അങ്ങനെ എണിക്കാതെ എങ്ങനെ രക്ഷപ്പെടുന്നാണ് അപ്പുറം ഇപ്പുറം നോക്കുന്ന ചില ആള്. എണിക്കാതെ തന്നെ ഒപ്പിക്കാൻ പറ്റുമെങ്കിൽ അത്ര ആയില്ലേ. ചെറുപ്പക്കാർ വയസ്സുള്ള ബുദ്ധിമുട്ടിക്കണ്ട. ചെറുപ്പക്കാരൊക്കെ മുമ്പിലേക്ക് ഒന്ന് കയറിയിരിക്കുക. ഈ ഭാഗത്തൊക്കെ ശരിയായി. ഇനി ഈ ഭാഗത്ത് കുറച്ചും കൂടി ഇങ്ങോട്ട് കയറിയിരിക്കുക. ഒരു സദസ്സ് ഭംഗിയാക്കി തുടങ്ങാം ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. അങ്ങനെ അൽഹംദുലില്ലാഹ്. നന്മകളിൽ മുന്നിലേക്ക് വരുന്ന ആളുകൾ പെട്ടെന്ന് സ്വർഗത്തിലേക്ക് പോകാനുള്ളവരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഅദിന്റെ സദസ്സിലും ജുമുഅക്ക് പോയാൽ, ജമാഅത്തിന് പോയാൽ എല്ലാത്തിനും മുമ്പിൽ നിൽക്കുന്ന ആളുകൾ അവർ കുറെ നേരം ഹിസാബിനെ കാത്തിരിക്കാതെ മഹ്ശറയിൽ നിന്ന് പെട്ടെന്ന് കൈച്ചിലാകുന്ന കൂട്ടരാണ്. അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മലയാളം അല്ലല്ലേ, നക്കടിക്കൊന്നും നോക്കണ്ടല്ലോ, മലയാളത്തിൽ പറയാലല്ലേ. എന്തെങ്കിലും മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കാം. പൊടി പാറ്റുന്ന വേദൊന്നും പറയുന്നില്ല. നമ്മുടെ മനസ്സിലേക്ക് ഒരു പൊടി ഇങ്ങോട്ട് വരണം, അല്ലാത്ത പൊടി അങ്ങോട്ട് പാറുമ്പോൾ. അള്ളാഹു അനുഗ്രഹിക്കണം റഹ്മാനെ. പറഞ്ഞത് എന്തെങ്കിലും ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന രൂപത്തിലാകണം. അള്ളാഹുവേ, പറയുന്നവർക്കും കേൾക്കുന്നവർക്കും നീ ഉപകാരം ചെയ്യണേ അള്ളാഹ്. മോണിറ്റർക്ക് കുറച്ച് കൂട്ടാം. സദസ്സിലേക്ക് ആൾക്കാർക്ക് ബുദ്ധിമുട്ടാവാത്ത പോലെ വെക്കാം. ഇനി എത്ര കുട്ടിക്കും പ്രശ്നമല്ല. അത് ആളുകൾക്ക് ആർക്കും ബുദ്ധിമുട്ടാൻ പാടില്ല. വയസ്സുള്ളവർക്കൊന്നും ബുദ്ധിമുട്ടാകാത്ത പോലെ. ബുദ്ധിമുട്ടായാൽ നിങ്ങൾ സൂചിപ്പിച്ചാൽ മതി ഇൻഷാ അല്ലാഹ്. ഇപ്പൊ എലമ തുടങ്ങേണ്ടി വരുമെന്ന് കുറെ കൊണ്ടുവരുന്നുണ്ട് കേട്ട്. പിന്നെയും അള്ളാഹു അനുഗ്രഹിക്കണം റഹ്മാനെ. ധാരാളം കൊടുക്കാനും നിന്റെ വക്കലിൽ നിന്ന് ധാരാളം സ്വീകരിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണം റഹ്മാനെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടിമകളായ നാം
പ്രവാചക പ്രഭു മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്തികളായ നാം വളരെ സന്തോഷിക്കേണ്ടവരാണ്. കാരണം ഒരുപാട് നബിമാർ പോലും മുത്തു റസൂലുള്ളാഹിന്റെ ഉമ്മത്തിയാകാൻ ദുആ ചെയ്തിട്ട് കിട്ടാത്ത ഭാഗ്യമാണ് അല്ലാഹു തആല നമുക്കെല്ലാവർക്കും കനിഞ്ഞിങ്ങിയ ഒരു ഭാഗ്യം. അള്ളാഹിന്റെ റസൂൽ ലോകത്ത് വെച്ച് ഏറ്റവും വലിയ ധർമ്മിഷ്ഠൻ മുത്തു മുഹമ്മദുർ റസൂലുള്ളാഹ്. ലോകം മടക്കി ഭരിച്ച സുലൈമാൻ നബി അല്ല ലോകത്ത് വലിയ ധർമ്മിഷ്ഠൻ. അള്ളാഹുവിന്റെ റസൂൽ ജീവിതത്തിൽ ഒരാളോടും ഇല്ല എന്നൊരു വാക്ക് ഉരിയാടിയിട്ടില്ല. ലോകത്തെ ഏറ്റവും വലിയ സദഖ ചെയ്തത്, നന്മകൾ ചെയ്തത്, ഏറ്റവും അല്ലാഹുവിലേക്ക് അടുത്ത് എല്ലാ നന്മകളും ചെയ്ത ഒരു നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സദഖ ചെയ്യുന്നതിൽ അല്ലാഹുവിന്റെ റസൂലിനെ കവച്ചു വെക്കാൻ ഒരു കോടീശ്വരനും സാധ്യമല്ലാത്ത പോലെ അല്ലാഹുവിന്റെ റസൂൽ സദഖ ചെയ്യുകയും സ്വഹാബത്തിന് സദഖ ചെയ്യാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാന്റെ റസൂൽ ധാരാളം കൊടുക്കാൻ വേണ്ടിയുള്ള അവസരം സ്വഹാബത്തിന് ഉണ്ടാക്കി കൊടുക്കുകയാണ്. കൊടുക്കുക എന്നുള്ളത് അള്ളാഹു ഒരു മനുഷ്യനെ ഇഷ്ടപ്പെട്ടതിന്റെ ലക്ഷണമാണ്. ഒരു മനുഷ്യന്റെ കൈ വിശാലമാവുകയും, കൈ വിശാലമാകുന്നത് ഒരു ആണിന്റെയും പെണ്ണിന്റെയും മനസ്സ് വിശാലമാകുമ്പോഴാണ് അവരുടെ കൈ വിശാലമാകുന്നത്. ഒരു വീട്ടിലെ ഭക്ഷണത്തിന്റെ പാത്രം നോക്കിയിട്ട് ഒരു വീട്ടുകാരിയായ ഉമ്മയെ വിലയിരുത്താൻ പറ്റും, ഒരു വീട്ടുകാരെ വിലയിരുത്താൻ പറ്റും. ഒരുപാട് വേണ്ട. ഒരു വീട്ടുകാരുടെ ഭക്ഷണം കണ്ടാൽ ആ വീട്ടുകാരുടെ നന്മ ആ ഭക്ഷണത്തിൽ, അവരുടെ വിജയവും പരാജയവും ആ ഭക്ഷണത്തിൽ, എല്ലാത്തിലും അറിയാൻ സാധിക്കുന്ന ഒരു അമലാണ് സദഖ. നിർബന്ധമായ സകാത്തിനെ പറ്റിയിട്ടും ഇന്നമസ് സദഖാതു ലിൽ ഫുഖറാ പരിശുദ്ധ ഖുർആൻ നിർബന്ധമായ സകാത്തിനെ പറ്റിയിട്ടും സദഖ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരുപാട് നന്മകളെ സദഖ എന്ന് വിളിച്ചിട്ടുണ്ട്. വൽ കലിമത്തു ത്വയ്യിബത്തു സദഖ, ആളുകളോട് നല്ല ഒരു വാക്ക് പറയൽ സദഖയാണെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വളരെ സങ്കടത്തിലിരിക്കുന്ന ഒരാളോട് മനസ്സിനെ സന്തോഷിപ്പിക്കുന്ന ഒരു വാക്ക് പറയലാണ് 1000-ഓ ലക്ഷങ്ങളോ അവർക്ക് കൊടുക്കുന്നതിനേക്കാളും ഖൈർ ആ മനുഷ്യന് സന്തോഷത്തിന്റെ വാക്ക് പറയലാണ്. ലോകത്തോട് വിട പറയാൻ നിൽക്കുന്ന മനുഷ്യനിക്ക് 1000-ഉം 2000-ഉം കൊണ്ടുപോയി കൊടുക്കുകയല്ല വേണ്ടത്. അള്ളാഹുമായുള്ള ബന്ധം നന്നാക്കാൻ അള്ളാഹുവിനെ പറ്റിയിട്ട് കാരുണ്യത്തിന്റെ വാക്ക് രോഗിയോട് പറഞ്ഞു കൊടുക്കുന്നവൻ ചെയ്യുന്നത് ലക്ഷോപലക്ഷം സദഖ ചെയ്ത പുണ്യത്തെ പോലും കവച്ചു വെക്കുമാർ അത്തരമൊരു നന്മയാണ്. സദഖക്ക് ബഹുമാനമുള്ളത് സമയം സന്ദർഭോചിതമാണ്. ഒരു വലിയ രോഗത്തിൽ പിടിപ്പെടുന്ന ഒരാൾക്ക് 1000 കൊടുക്കൽ ചിലപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ ഒരു ദുആ കൊടുക്കൽ വളരെ ഖൈറായിരിക്കാം. അപ്പോൾ അവിടെ ദുആ ചെയ്യണം. അതല്ല 10,000 10,000 ഉറുപ്പിക കൊടുത്തിട്ട് കൊടുക്കുമ്പോ പറയാ ഇത്രയുണ്ട് നീ ഇത് പിടിച്ചിക്ക എനി ചൊമ്മനാൾ നിക്ക് തറകു എടുക്കുക വിധിയില്ലല്ലേ. ഇത് പറയുമ്പോൾ തന്നെ ഇവൻ പകുതി അവശനായി രോഗം മൂർജിക്കുകയാണ്. ഈ കൊടുത്ത 10 ശാപത്തിന്റെ 10 കാരണം നിന്റെ വാക്കുകൊണ്ട് ആ മനുഷ്യന്റെ മനസ്സ് വേദനിപ്പിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ മനസ്സിന്റെ വേദനക്ക് പരിഹാരം കൊടുക്കാൻ കഴിയില്ല. ഒരാളുടെ കണ്ണുനീർ, ഞാൻ മൂലം നമ്മൾ മൂലം ഒരു മനുഷ്യൻ കരഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കണ്ണുനീരിന് 1000-ങ്ങളും ലക്ഷങ്ങളും അതിന് പരിഹാരമാവുകയില്ല. അതുകൊണ്ട് മുഅ്മിനീങ്ങളോടൊന്ന് പറയുന്നു, നമ്മൾ മൂലം ഒരാളുടെയും കണ്ണുനീരിന് കാരണമാകരുത്. നമ്മൾ മൂലം ഒരാളുടെയും ഉറക്കം നഷ്ടപ്പെടാൻ കാരണമാകരുത്. നമ്മൾ മൂലം ഒരാളുടെ രോഗം കൂടാൻ കാരണമാകരുത്. അതാണ് വൽ കലിമത്തു ത്വയ്യിബത്തു സദഖ. ഏറ്റവും നല്ല സദഖ ഒരു നല്ല വാക്ക് പറയലാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭാര്യ ഫുഡ് ഉണ്ടാക്കിയിട്ട് എല്ലാം വിളമ്പി വെച്ച് മുഖത്തോട് മുഖം നോക്കിയിരിക്കുമ്പോ ഭർത്താവിൽ നിന്ന് ഭാര്യ കൊതിക്കുന്നത് ഒരു നല്ല പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാക്കാണ്. എപ്പോഴും നമ്മൾ തിന്മ പറയുന്നത് കേട്ട് കേട്ട് ശീലിച്ച അവൾ കൊതിക്കുന്നത് ഇന്നെങ്കിലും ഇത്രയും കഷ്ടപ്പാട്, എത്ര കഷ്ടപ്പാട് പഴയ പോലെയല്ല. ഫുഡ് ഉണ്ടാക്കണമെങ്കിൽ പഴയ പോലെ ഒന്നല്ല. ഇപ്പം എന്തൊക്കെ ഇടങ്ങേറാണ്. ഈ യൂട്യൂബ് നോക്കണം, അതിൽ പറയുന്ന
സാധനങ്ങൾ കൊണ്ടുവരണം, അതിരിച്ച് പറയുന്ന പോലെയൊക്കെ ചെയ്യണ്ടേ. ചിലപ്പോ ബിരിയാണി ആക്കിയിട്ട് ചക്കര കഞ്ഞാവും, എന്നാലും ബുദ്ധിമുട്ടത്രയൊക്കെയുണ്ട്. ഇതൊക്കെ അവരാക്കി തന്നാൽ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു വാക്ക്. ഇതാണ് നമ്മുടെ ഭാര്യമാർ നമ്മിൽ നിന്ന് കൊതിക്കുന്നത്. മാഷാ അല്ലാഹ്, നല്ല ഫുഡാണെന്ന് ഭാര്യയോട് പറയാ. നല്ല മാർക്ക് വാങ്ങി വന്ന പൊന്നുമോൻ ഓടി ഉമ്മയുടെ അടുത്ത് വരുമ്പോ വെരി ഗുഡ്, എന്റെ മോൻ നല്ല ഉഷാറാന്ന് പറഞ്ഞ് അവനെ സപ്പോർട്ട് ചെയ്യാ. നമ്മുടെ മക്കൾ കഷ്ടപ്പാടോടെ ഒരു ചിത്രം വരച്ച് കാട്ടുമ്പോ പൊന്നുമക്കൾക്ക് ഒരു നന്മയുടെ വാക്ക് പറയുക, ഒരു സമ്മാനം കൊടുക്കുക, ഒരു ഗിഫ്റ്റ് കൊടുക്കുക. ഇതുപോലെയുള്ള വാക്കുകൾ ചിലപ്പോ ആയിരങ്ങളും ലക്ഷങ്ങളും വിലമതിക്കുന്ന വസ്തുക്കളെ കാണും. വലിയതാകാം ഒരു ഉപ്പയുടെ ഒരു ഉമ്മയുടെ വാക്കുകൾ പൊന്നുമക്കളിലേക്ക്. കാരണം പൊന്നുമക്കൾ പ്രായപൂർത്തിയെത്തൽ മുതൽ അങ്ങോട്ട് സ്പർശനം കൊതിക്കുന്നവരാണ്, തൊടാൻ കൊതിക്കുന്നവരാണ്. അവരെ തൊടണം, ഉമ്മ തൊടണം, ബാപ്പ തൊടണം, മക്കളെ അടുത്തിരുത്തണം. അവർക്ക് ചെയ്യുന്ന കൊടുക്കുന്ന SLCയിൽ പാസ്സായ മൊബൈൽ ഫോൺ വാങ്ങിത്തരാന്നല്ല. എന്റെ പൊന്നുമോനെ, അള്ളാന്റെ പൊരുത്തത്തിന് വേണ്ടി നിനക്ക് ഞങ്ങൾ ദുആ ചെയ്യാം, നീ ഉഷാറാകണം. ഇങ്ങനെ നന്മയുടെ വാക്കുകൾ. ഇൻഷാ അല്ലാഹ് നീയൊക്കെ പഠിച്ച് ഡിഗ്രി കഴിഞ്ഞാൽ ഉമ്മക്കും മക്കൾക്കും നമുക്ക് ഉംറ പോകാം മക്കളെ, അള്ളാന്റെ കഅബ കാണാം. നല്ല നല്ല ഗിഫ്റ്റുകൾ പറഞ്ഞ് അള്ളാഹുവിലേക്ക് അടുപ്പിക്കുന്ന രൂപത്തിലുള്ളതാകണം. ധാരാളം സദഖ, നല്ല വാക്കുകൾ സദഖയാണ്. ഒരു മനുഷ്യനെ സന്തോഷിപ്പിച്ച വാക്ക് സദഖയാണ്. ആളുകളെ സന്തോഷിപ്പിക്കൽ സദഖയാണ് എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോ എല്ലാരും ടിക്ടോക്കിലുള്ള ആളുകളെയൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്തിട്ട് എല്ലാരും ഒന്ന് സന്തോഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ടിക്ടോക്കിലുള്ള ആളുകളൊക്കെ ചോദിക്കും, പരസ്പരം യാചിക്കാണ് കൈനീട്ടിയിട്ട്, എന്നെ സപ്പോർട്ട് ചെയ്യോ, എന്നെ ഫോളോ ചെയ്യോ, എനിക്ക് ലൈക്ക് തരുവോ. കൈനീട്ടിയിട്ട് ഇറക്കുന്ന എരപ്പാളികളെ പോലെ ഫോട്ടോസുകളും വീഡിയോസുകളും ഒക്കെ പാട്ടിനൊക്കെ തുള്ളിച്ചാടിയിട്ട് പൊന്നുമക്കൾ ചെറുപ്പക്കാർ യാചകന്മാരാവുകയാണ്. സദക്ക ചോദിക്കാൻ വേണ്ടി വീട്ടിലേക്ക് വരുന്ന ദായിറക്കാരെ പോലെ, വീട്ടിലേക്ക് വരുന്ന ഖലീഫമാർ എന്ന് വിളിക്കപ്പെടുന്ന ബുട്ടുകാരെ പോലെ നമ്മൾ അറിയുന്നില്ല നമ്മുടെ വീട്ടിന്റെ ഉള്ളറകളിൽ ലോകത്തിന്റെ നാനാ ദിക്കുകളിൽ ഉള്ളവരോട് നമ്മുടെ ആൺമക്കളും പെൺമക്കളും കൈനീട്ടിയിട്ട് ഇറക്കുകയാണ്. ഇത്ര കഷ്ടപ്പെട്ട് വീഡിയോ ചെയ്ത് എനിക്ക് ആരെങ്കിലും കുറച്ച് ലൈക്ക് തരുമോ, എനിക്ക് ആരെങ്കിലും സപ്പോർട്ട് ചെയ്യോ എന്ന് ചോദിച്ച് കരയുന്ന മക്കളാണ്. നമ്മൾ ദരിദ്രന്മാരാവുകയാണ്. ഇതിനേക്കാളും നല്ലത് പള്ളിയുടെ മുറ്റത്ത് തട്ടമിട്ടിട്ടിരുന്നിട്ട് ഉറുപ്പ്യ 2 ഉറുപ്പ്യക്കും വേണ്ടി കൈനീട്ടലാണ്. തെറ്റ് ചെയ്ത് തിന്മ ചെയ്ത് മോശങ്ങൾ ചെയ്തിട്ട് ഇതിന് ലൈക്കിന് വേണ്ടി കാത്തിരിക്കുക. മുഖം തുറന്ന സഹോദരി എല്ലാ തിന്മകളിലും ഏർപ്പെട്ടിട്ട് ഓരോ ദിവസവും എത്ര ലൈക്ക് ഉണ്ടെന്നും എത്ര ഫോളോവേഴ്സ് ഉണ്ടെന്നും കണ്ട് ആസ്വദിക്കാനും ചോദിക്കാനും പറയാനും ആസ്വദിക്കാനും ഇറങ്ങുമ്പോ പൊന്നുമുഅ്മിനീങ്ങൾ ശ്രദ്ധിക്കണം. തെറ്റിലൂടെ നീ ചോദിക്കുന്നത്, തെറ്റിലൂടെ കിട്ടുന്നതും കാണുന്നതും എല്ലാം ഇതെല്ലാത്തിനെയും റബ്ബ് തആല ചോദ്യം ചെയ്യുന്ന ഒരു ദിവസം വരാനുണ്ട്. ഏതോ സൗന്ദര്യമാർന്ന പെൺകുട്ടിയുടെ മുഖം കണ്ടിട്ട് മാഷാ അല്ലാഹ് അള്ളാഹുവിനെ മുൻനിർത്തിയിട്ട് പച്ചയായ ഹറാമിനിക്ക് ഒരു മാഷാ അല്ലാഹ് അടിച്ചൊടുത്തില്ലേ നീ? മാഷാ അല്ലാഹ് എന്ത് വോയിസാണ്, മാഷാ അല്ലാഹ് ബ്യൂട്ടിഫുൾ. ഇതൊക്കെ പടച്ച റബ്ബിന്റെ മുമ്പിൽ ചോദ്യം ചെയ്യപ്പെടുമ്പോ തിന്മയിലേക്ക് സന്തോഷപ്പെടുത്തുകയല്ല വേണ്ടത്, തെറ്റുകൾക്ക് സപ്പോർട്ട് ചെയ്യുകയല്ല വേണ്ടത്, നന്മയിലേക്ക് സപ്പോർട്ട് ചെയ്യുന്നൊരു വാക്ക്, മക്കളെ സന്തോഷിപ്പിക്കുന്നൊരു വാക്ക്. സ്കൂളിലൊക്കെ മക്കൾ വിളിച്ചാൽ അവിടെ പോയി ഡാൻസിന് മുമ്പിൽ നിന്നു കൊടുക്കലും നല്ല സപ്പോർട്ട് ചെയ്യലും അല്ല. നിസ്കരിച്ച മകനെ സപ്പോർട്ട് ചെയ്യുക, ദിക്ർ ചൊല്ലുന്ന പൊന്നുമോനെ സപ്പോർട്ട് ചെയ്യുക, ഖുർആൻ ഓതുന്ന പൊന്നുമോളെ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് ലൈക്ക് അടിക്കുക, അവർക്ക് ദുആ ചെയ്യുക. ഉമ്മയുടെ ദുആ, ഉപ്പയുടെ ദുആ. നിങ്ങൾ ദുനിയാവിൽ ഏറ്റവും വലിയ ഗിഫ്റ്റുകാരാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് എല്ലാം ഒരുപോലെ വിട്ടിട്ട് നമ്മൾ നിർബന്ധമായ സക്കാത്തുകൾ, കച്ചവടത്തിൽ പണത്തിൽ സമ്പത്തിൽ 2.5% സക്കാത്ത് അത് നമ്മൾ കൊടുത്തേ തീരൂ. നമ്മൾ കൊടുക്കാതിരുന്നാൽ നാളെ മഹ്ശറയിലെത്തുമ്പോ സക്കാത്ത് കൊടുക്കേണ്ടവൻ സക്കാത്ത് കൊടുക്കാറ് 1000 റക്അത്ത് നിസ്കരിച്ചത് കൊണ്ടായില്ല, ഒരുപാട് ഉംറ ചെയ്തത് കൊണ്ടായില്ല, ഒരുപാട് ഹജ്ജ് ചെയ്തത് കൊണ്ടായില്ല,
ചില ഹയവന്മാർ റമളാൻ വന്ന ഉംറക്ക് പോകുന്നു. ഞാൻ എല്ലാ റമളാനിലും ഉംറയാണ്. എന്തിന്? വീടുകളിലേക്ക് ആളുകൾ വന്നിട്ട് സദഖ കൊടുക്കുന്നത് തെറ്റിക്കാൻ വേണ്ടിയിട്ട് റമളാനിൽ നീ ഉംറക്ക് പോകുന്നുവോ? ആ നീയത്താണോ നിന്നിലുള്ളത്? നിന്റെ ഉംറ റബ്ബിലേക്ക് ഉയർന്നു പോകുന്നില്ല, അല്ലാഹുവിലേക്ക് ഉയർന്നു പോകുന്നില്ല, റബ്ബ് നിന്നെ സ്വീകരിക്കുകയും ചെയ്യുന്നില്ല. അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ മാർഗത്തിൽ സമ്പത്ത് ചെലവഴിക്കുന്നവർ സുമ്മ ലാ യുത്ബിഊന മാ അൻഫഖൂ മന്നം വലാ അദാ ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. സൂറത്തുൽ ബഖറ 262 ആയത്ത് അല്ലാഹു തആല പറയുന്നു, സമ്പത്തിനെ അല്ലാഹുവിന്റെ വഴിയിൽ ചെലവഴിക്കുന്നവർ അള്ളാന്റെ വഴിയിലാണ് ചെലവഴിക്കേണ്ടത്. ക്രിക്കറ്റിനല്ല, ഫുട്ബോളിനല്ല, മ്യൂസിക് പാട്ടുകൾക്കല്ല, ഈശൽ നൈറ്റുകൾക്കല്ല, യാതൊരുവിധ തിന്മക്കല്ല, മൊയിലാഞ്ചിയുടെ രാത്രിയുടെ ഗാനമേളക്കല്ല, ഒരു തിന്മക്കുമല്ല ചെലവഴിക്കേണ്ടത്. ഹറാമുകളാകുന്ന മോശങ്ങളാകുന്ന ഒന്നിലേക്കുമല്ല, ഭക്ഷണം എറിയുന്നതേക്കല്ല, അല്ലാഹു പൊരുത്തപ്പെടാത്ത ഇസ്രാഫുകളിലേക്കല്ല ചെലവഴിക്കുന്ന ഓരോന്നും ഫീ സബീലില്ലാഹ്, അല്ലാഹുവിന്റെ വഴിയിൽ. അതായത് ഓരോന്ന് കൊടുക്കുമ്പോഴും ഇത് പടച്ചുറപ്പ് പൊരുത്തപ്പെട വഴിയിലേക്കാണോ? ഉസ്താദേ, മക്കളുടെ കാർബാറ് മക്ക ചൊന്ന പോലെ നമ്മൾ പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ഉപ്പയായവനെ, ഉമ്മയായവളെ, ഈ കല്യാണത്തിൽ നിങ്ങൾ കൂടേണ്ടതില്ല. മക്കളുടെ കാർബാറ, മക്കൾ ഉമ്മ പറഞ്ഞ പോലെ ഉപ്പ പറഞ്ഞ പോലെ ദീനിയായ വിഷയം കേൾക്കാത്ത മക്കളുടെ കല്യാണ കാര്യത്തിന് ഉപ്പയായവൻ കൂടേണ്ടതില്ല, ഉമ്മയായവൾ കൂടേണ്ടതില്ല. ഈ മക്കളാണ് നാളെ നമ്മെ നരകത്തിലേക്ക് വലിച്ചെറിയുന്ന മക്കള്. ഏതുമാകട്ടെ, ധാരാളം നന്മക്ക് വേണ്ടി ചെലവഴിക്കുന്നവർ ചെലവഴിച്ചാ പോരാ. സുമ്മ ലാ യുത്ബിഊന മാ അൻഫഖൂ മന്നം വലാ അദാ, പിന്നെ അവരുടെ പിന്നാലെ നടന്നിട്ട് എടുത്തു പറയലില്ല. ചില ആളുകളൊക്കെ അങ്ങനെയുണ്ട്, എന്തെങ്കിലും ചെയ്താൽ പിന്നെങ്ങനെ എടുത്തു പറയുക. ഓരോ വിഷയം വരുമ്പോഴും അന്ന് നിനക്ക് ഞാൻ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ, അന്ന് നിന്നെ സഹായിച്ചിട്ടില്ലേ, അത് എടുത്തു പറഞ്ഞിട്ടും ബുദ്ധിമുട്ടാക്കുകയും ചെയ്യുക. ഇത് ഒരിക്കലും പാടുള്ളതല്ല. ഭാര്യമാർ ഭർത്താവിനെങ്ങാനും നിങ്ങളുടെ ആങ്ങളമാർ സഹായിച്ചിട്ടുണ്ടെങ്കിൽ ആ സഹായത്തെ പറഞ്ഞു ഭർത്താവിന്റെ മനസ്സ് വേദനിപ്പിക്കരുത്. അയൽവാസികളിൽ വല്ല സഹായം ചെയ്താൽ പിന്നീട് ഒരു സമയത്ത് അത് പറഞ്ഞിട്ട് അന്ന് ബുദ്ധിമുട്ടാകുമ്പോ ഞങ്ങൾ വേണോ പൊതുമുണ്ടിയിട്ട് എൻഗേജ്മെന്റ് ആകുമ്പോ ഞങ്ങളിട്ട് ചൊല്ലാവൂല്ല. ഉമ്മിനീങ്ങളെ എങ്ങനെ ചൊല്ലാനാണ്? ആർക്കെങ്കിലും അറിഞ്ഞാ പൊതുമുടക്കുന്ന കാലം അല്ലേ, മംഗലം മുടക്കുന്ന ഫിത്നക്കാർ ആണുങ്ങളും പെണ്ണുങ്ങളും. ആര് കേട്ടെങ്കും അത് ഞങ്ങൾക്ക് ചൊന്ന പാർട്ടിയല്ല, ഞങ്ങൾക്കത് വേണ്ട, ആരീന്ന് അറിയാൻ പോലുമില്ല. ചില നാട്ടിൽ അങ്ങനെയുണ്ട്. ഏത് ചെറുപ്പക്കാരനെ പറ്റിയിട്ട് ചോദിച്ചാലും പറയും തെല്ല് കാഞ്ചരങ്ങളിട്ട് മുഞ്ഞാണ്ട് പോയോണ്ടിന്ന് എന്തിനുണ്ട് സമാപിടിയില്ല. ഇങ്ങനെ പൊതുമുടക്കുന്നവർ ഏതെങ്കിലും പെൺമക്കളെ പറ്റിയിട്ട് ഉമ്മമാരോട് വിളിച്ചു ചോദിച്ചാ പറയും എന്തിരണ്ട് കൊന്നില്ല ബന്നിരണ്ടാ പോയിരണ്ട് എന്തെല്ലാം ചൊന്നോയിന്നാറ്. ഞങ്ങ പിന്നെ പെൺമക്കളെ വിഷയത്തിൽ ഫസാദാക്കൊന്നങ്ങില്ല. ഇത് ഇപ്പാക്കിയത് ദീനെ കാണുമില്ല, ഫസാദുണ്ടോ? ഉമ്മമാരെ, ബുദ്ധിമുട്ടിക്കുന്ന അയൽവാസികളിൽ, നാട്ടില്, വീട്ടില് സദക്കാ ചെയ്തവരിൽ അങ്ങനെ യാതൊന്നും പാടുള്ളതല്ല. നമ്മൾ ചോദിച്ചപ്പോൾ കാറ് കൊടുത്തിട്ടുണ്ട്, ഇങ്ങോട്ട് കുക്കർ ചോദിക്കുമ്പോ കുക്കറിന്റെ വിസിലില്ലാണ്ട് ചൊന്നിട്ട് അല്ലെ ഇങ്ങനെ പറഞ്ഞപ്പോ നമ്മൾ ചോദിക്കരുത് 5 ലാക്കറ കാറ് തർമ്പത്തുവോ ഇതെന്തില്ലാണ്ട് 1000 രൂപയുടെ കുക്കർ കേൾക്കുമ്പോ വിസിലില്ലാണ്ടാ നോക്കാനിക്ക് പഠിപ്പാട്ടെ. ഈ രൂപത്തിലുള്ളവരല്ല, ഒരു നന്മ ചെയ്താലും എടുത്തു പറയുന്നവരല്ല. ചെറുപ്പക്കാരോ തമ്മിൽ സൈക്കിൾ ചോദിച്ചിട്ട് ഞാൻ നാണണ്ട് നിക്ക് സൈക്കിൾ തന്നിട്ടില്ലേ, സ്കൂട്ടി തന്നിട്ടില്ലേ? ഉമ്മമാരെ, ചെറിയ മക്കളുടെ കയ്യിൽ സ്കൂട്ടി കൊടുത്ത് മദ്രസയിലേക്ക് വിടരുത്. ചെറിയ മക്കളുടെ കയ്യിൽ ബൈക്ക് കൊടുക്കരുത്. ചെറിയ മക്കളുടെ കയ്യിൽ കാർ കൊടുക്കരുത്. അപകടത്തിലെത്തിപ്പോയാൽ ഷഹീദിന്റെ കൂലി കിട്ടുമെന്നാരും കരുതേണ്ടതില്ല. പ്രത്യേകം ശ്രദ്ധിക്കണമെന്നിടക്ക് വെച്ച് ഓർമ്മപ്പെടുത്തുന്നു. ഒരു ബുദ്ധിമുട്ടും ആക്കലില്ല.
ചില അളിയന്മാർക്ക് ഗൾഫിലേക്ക് വിസ ഇട്ടാൽ പിന്നെ അവൻ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് വീടുണ്ടാക്കിയാ പറയും, നാണല്ലേ എനിക്ക് പട്ട് വിസ ഇട്ടേ, നാണല്ലേ എനിക്ക് അങ്ങനെ ആക്കിരേ ഇങ്ങനെ ആക്കിരേ, ഇപ്പൊ നിക്കെന്റെ വലിയ ഗത്ത, ഇപ്പൊ ഞങ്ങളുടെ കണ്ടങ്ങാവില്ലല്ലേ. ഒരാൾക്കും ചെയ്തൊരു ഉപകാരോ എടുത്തു പറഞ്ഞാൽ യാ അയ്യുഹല്ലദീന ആമനൂ, ഓ സത്യവിശ്വാസികളെ, ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വല്ലദാ. ഉപകാരം ചെയ്തതെടുത്തു പറഞ്ഞിട്ട് ബുദ്ധിമുട്ടാക്കിയിട്ട് അവരെ സങ്കടപ്പെടുത്തിയാൽ നിങ്ങളുടെ സദഖ നിങ്ങൾ ബാത്തിലാക്കരുത്. അങ്ങനെ ചെയ്താൽ നിങ്ങൾ ചെയ്തതെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. അല്ലാഹുവേ നീ ഖൈർ നൽകണേ അല്ലാഹ്. ഒരാളെയും അങ്ങനെ ബുദ്ധിമുട്ടിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ ബുദ്ധിമുട്ടിക്കാതെ സദഖ ചെയ്തു, ഭക്ഷണം കൊടുത്തു, ഹെൽപ്പ് ചെയ്തു, ഉപകാരം ചെയ്തു, ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അതിന്റെ പ്രതിഫലം നാളെ അവൻ തിരിച്ചു തരാനുള്ളതല്ല. ഹെൽപ്പ് ഞാൻ അവൻക്ക് അവന് ഹെൽപ്പാക്കിയിരുന്നു, അക്കവണ ഹെൽപ്പാക്കിയിട്ടില്ല. നീ ഹെൽപ്പാക്കിയതിന് നാളെ നിനക്ക് ഹെൽപ്പ് നൽകുന്നവൻ അല്ലാഹുവാണ്. ലഹും അജ്റുഹും ഇൻദ റബ്ബിഹിം, അല്ലാഹുവിന്റെ വക്കലാണ് അതിന് പ്രതിഫലം. വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാരെ പറ്റിയിട്ട് ഖുർആൻ പറഞ്ഞില്ലേ, അലാ ഇന്ന ഔലിയാ അല്ലാഹ് ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അതേ വാക്കാണ് ഇവിടെയും പറഞ്ഞത്. ഇങ്ങനെ സദഖ ചെയ്യുന്നവർ, ഹെൽപ്പ് ചെയ്യുന്നവർ, ലാ വലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അവർക്കൊരു പേടിയുമില്ല, ഭയപ്പാടുമില്ല, സങ്കടവുമില്ല. അവർ അല്ലാഹുവിന്റെ സ്വർഗത്തിലാണ്. ധാരാളം സദഖ ചെയ്യുന്ന ആളുകൾ അല്ലാഹുവിന്റെ സ്വർഗത്തിലാണ്. അല്ലാഹുവിന്റെ ഖുർആൻ പറയുന്നു, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വല്ലദാ കല്ലദീന യുൻഫിഖൂ. അല്ലാഹുവിന്റെ ഖുർആൻ പരിശുദ്ധ സൂറത്തുൽ ബഖറയിൽ വളരെ വിശാലമായിട്ട് പറയുന്നുണ്ട്. സമ്പത്ത് ചെലവഴിക്കുന്നു റിആ അന്നാസ്, ജനങ്ങളെ കാണാൻ വേണ്ടിയിട്ട്, ജനങ്ങൾ കാണാൻ, ജനങ്ങൾ അറിയാൻ, അതിനു വേണ്ടിയിട്ട് സമ്പത്ത് ചെലവഴിക്കുന്നവരെ പോലെ നിങ്ങൾ എന്ത് ചെയ്യരുത്. അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ദീന് പുണ്യമാക്കി പറഞ്ഞ സദഖ ഇല്ലയോ, അതിനെ നിങ്ങളാരും ബാത്തിലാക്കി കളയാൻ പാടില്ല. എടുത്തു പറഞ്ഞാൽ അത് ബാത്തിലാണ്, അല്ലാഹുവിലേക്ക് അത് എത്തിച്ചേരുന്നില്ല, റബ്ബിലേക്ക് അത് എത്തിച്ചേരുന്നില്ല. അല്ലാഹുവിനത് ഇഷ്ടമല്ല. ഇതിന്റെ കൂലിയുള്ളത് അല്ലാഹുവിന്റെ അടുത്താണ്, സദഖയുടെ പ്രതിഫലമുള്ളത് അല്ലാഹുവിന്റെ സ്വർഗത്തിലാണ്. ആ സ്വർഗത്തിലേക്ക് എത്തുമ്പോ യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിമ്മാ റസഖ്നാകും, നിങ്ങൾക്ക് നമ്മൾ നൽകിയതിൽ നിന്ന് നിങ്ങൾ സദഖ ചെയ്യണം. അല്ലാഹു തന്നതല്ലയോ, അവൻ തന്നതിന് നമ്മൾ എല്ലാവരും സദഖ ചെയ്യണം. പരിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ലാ തുബ്തിലൂ സദഖാതികും ബിൽ മന്നി വൽ അദാ കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസ്. ജനങ്ങൾ കാണാൻ വേണ്ടി കൊടുക്കുന്നവരെ പോലെ കൊടുത്ത് നിങ്ങൾ കൊടുത്ത സദഖയുടെ, ഭക്ഷണത്തിന്റെ, പൈസയുടെ, മാലയുടെ, മോതിരത്തിന്റെ, സ്വർണത്തിന്റെ പ്രതിഫലം നിങ്ങളാരും നഷ്ടപ്പെടുത്തരുതെന്ന് അല്ലാഹു പറയുന്നു. എങ്ങനെ? കല്ലദീ യുൻഫിഖു മാലഹു റിആ അന്നാസ്, ജനങ്ങൾ കാണാൻ വേണ്ടി ചെയ്യുന്നവർ. ജനങ്ങൾ കണ്ടാ പൈസ കൊടുക്കും, കണ്ടില്ലെങ്കിലാ. ഞാനൊരു പള്ളിയിൽ നിന്നപ്പോ വെള്ളിയാഴ്ച ഒരു പാവപ്പെട്ട ഒരാൾ വന്നു, നാട്ടുകാരോടൊക്കെ സഹായിക്കാൻ പറഞ്ഞു. ഞാൻ അവിടെ നിന്നു. ഞാൻ നിൽക്കുന്ന എന്തിനാ, എന്നെ കണ്ടിട്ടെങ്കിലും പാവപ്പെട്ടവർക്ക് കുറച്ചെങ്കിലും കൂടുതൽ കിട്ടുമല്ലോ. അങ്ങനെ ഒരു ദിവസം നോക്കുമ്പോ ഞാൻ കുറച്ച് ദൂരത്താണ്, മുസല്ലന്റെ അടുത്തില്ല. ഒരാള് 20 ഉറുപ്പ്യ മുസല്ല കിട്ടി. 20 ഉറുപ്പ്യ ചോന്ന നോട്ട്, 20 ഉറുപ്പ്യന്റെ ചോന്ന നോട്ട് മുസല്ല കിട്ടി. ഇട്ടിട്ട് അയാൾ ചില്ലറ എടുക്കുന്നു മുസല്ലേന്ന്. എത്ര ചില്ലറ എടുത്തേ? 40 ഉറുപ്പ്യ. മുസല്ലക്ക് ഞാൻ ദൂരെ നോയിക്കൊണ്ട് ഇയാൾ 20 ഉറുപ്പ്യ ഇട്ടത് കണ്ണ് മെല്ലെ ഇരുന്നിട്ട് ചില്ലറാക്കിട്ട് 40 ഉറുപ്പ്യ എടുത്തു. ഈ 40 എടുക്കുന്ന കണ്ടങ്ങ പേർക്കുള്ള 50 ഇട്ടിട്ട് 40 എടുത്തായിക്കോണം. ഇതെന്താക്കിയേ? നല്ല സദക്ക. മെല്ലെ അപ്പുറം ഇപ്പുറം നോക്കി 20 ഇട്ട് 40 ഉറുപ്പ്യ എടുത്തിട്ട് കീസക്ക് ഇട്ട്. ഓ, ആൾക്കാരുടെ സദക്ക കൊടുത്ത പോലെ കീസക്ക് ഒരു 20 ഉറുപ്പ്യ ലാഭമായി. ഇങ്ങനത്തെ സദക്ക
മുസാഫായത്താക്കുമ്പോൾ ഇടല് നല്ല മനുഷ്യന്മാർ വന്നപ്പന്നെ പ്രസിഡന്റ് ഒരു മുത്തിന്റെ മാല കൊടുത്തിട്ട് ഉസ്താദിന് കാണിച്ചോണ്ട് ഒരു ഉമ്മ മദ്രസക്ക് വേണ്ടി തന്നു. വേറെ ഒരു ടിണ്ണിൽ പൊന്നെന്തോ കണ്ട പോലല്ലേ. അള്ളാഹു ബർക്കത്താക്കണം റഹ്മാനെ. ചില വയലിന് മുസാഫായത്താക്കുമ്പോ എന്താക്കുന്ന അറിയോ? ഇങ്ങനെ പിടിച്ചോണ്ട് വരുന്ന കയ്യിൽ ചുരുട്ടിട്ട് വന്നിട്ട് ഇങ്ങനെ മുസാഫായത്താക്കുന്നത്. വരുന്ന ഒരാൾ ചുറ്റിയപ്പോ ഞാൻ കേട്ടു പൈസ ഉണ്ട് കേട്ടോ അയാളോട്. അയാൾ താക്കുന്നു കീൽ വീണ്ടാണ്ട് കീൽ വീണ്ടുണ്ട്. ഈ മനസ്സ് കൊടുത്തിട്ടേ ഇല്ല. കാല് കയ്യിലിങ്ങനെ പിടിച്ചോണ്ട് വരുന്നു. ബക്കറ്റ് വരുമ്പോ ബക്കറ്റിന്റെ ഉള്ളിലേക്ക് കൈയിട്ട് എടുക്കുന്നത്. പൈസ ഇടുന്നില്ല. ബക്കറ്റ് ഉള്ളിൽ കൈ മാത്രമേ കൈ പറവ് എടുക്കുന്നത്. കൈ പുതിയ ഐഡിയ, പുതിയ ടൈപ്പിന്റെ കള്ളന്മാർ. പണ്ടത്തെ പോലത്തെ കള്ളന്മാരല്ല, ഇപ്പൊ നല്ല നല്ല കള്ളന്മാർ. അങ്ങനെ സിമ്പിൾ ഒന്നുമില്ല. പണ്ട് മറ്റേ ഗമ്മലിട്ട് ഡബിനുള്ളിലേക്ക് പൈസ ഇട്ടിട്ട് കട്ടുണ്ട്. ഇപ്പൊ കണ്ട മുസല്ലക്ക് 20 ഉറുപ്പിട്ട് 40 ഉറുപ്പ് എടുക്കുന്നത് ലേറ്റസ്റ്റ് കള്ളന്മാർ. അള്ളാഹു നീ അനുഗ്രഹിക്കണേ അല്ലാ. അള്ളാഹു നീ സലാമത്താക്കണേ അല്ലാ. നമ്മളാരും ഇങ്ങനെ ആകാൻ പാടില്ല. പബ്ലിസിറ്റിക്ക് വേണ്ടി കൊടുക്കാനും പാടില്ല. ചില ആള് ഏടെ കുടുംബത്തിൽ അവിടെ എവിടെ ഒന്നും ചോദിച്ചാൽ കൊടുക്കൂല, ആർക്കും കൊടുക്കൂല. പിന്നെ സ്റ്റേജും പേരും പ്രശസ്തിയും ഒക്കെ കിട്ടുകയാണെങ്കിൽ എത്രയും കൊടുക്കും. ചില നാട്ടിലെ ജമാഅത്തിൽ സ്റ്റേജിൽ ഇരിക്കണമെങ്കിൽ ഇത്ര ഫീസ്, എത്ര സ്റ്റേജിൽ ഇരിക്കണമെങ്കിൽ മേലിൽ പേരിട്ടെങ്കിൽ 10,000. മുഖ്യ അതിഥി, വിശേഷ മുഖ്യ അതിഥി 25,000 രൂപ, അതിഥി 10,000 രൂപ, നോട്ടീസിൽ കീഴ് പേര് വന്നെ 5,000 രൂപ. ബിസിനസ് അതല്ല ഇപ്പൊ. ഏത് നോട്ടീസിൽ പേരിട്ട് നിങ്ങൾ പേരിക്കണ്ട, അങ്ങനെയല്ല പേരിട്ട്. ഞങ്ങളെ പേര് എന്റെ 6 ഇട്ടില്ലാണ്. നിങ്ങൾ മെല്ലെ കമ്മിറ്റിക്ക് വിളിച്ചു കിടന്ന പേരിടമാ ഒന്നല്ല ജണ്ടിടാ. കീഴ് ജണ്ടിട്ടെങ്കിൽ 10,000 രൂപ, കേട്ടെങ്കിൽ തപ്പിട്ടിട്ടെന്ന് ചൊല്ല അല്ലെ. പ്രസിഡന്റ് തപ്പിയെന്നല്ല. ചില ജമാഅത്തിലുള്ള നോട്ടീസിൽ പേരില്ലെങ്കിൽ ഗലാട്ടല്ല. നണ്ടതാണ് ഇത്ര സോറാക്കി നന്റെ പേര് മാത്രം പേപ്പറിൽ വന്നിട്ടില്ല, നന്റെ മാത്രം കണ്ണിൽ പിടിക്കില്ല. നോക്കാം ഇപ്പല്ലേ നവീനർക്ക് പാടപടിപ്പാട്ടെന്നല്ല. ഇതോടെ പ്രസിഡന്റ് തപ്പിയവും ഗലാട്ടെ. ഒരു ജാഗിൽ നോക്കുമ്പോ ഭയങ്കര ഗലാട്ട. ഉറൂസ് കമ്മിറ്റിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് ഉറൂസല്ല കഴിഞ്ഞ് എന്തേ നണ്ടാട്ടി മേലിട്ട് കോണ അത്ര വലിയ ആയിട്ടാണ്. ആര് കുറെ ആളെ പേരുണ്ട് ലാസ്റ്റ് സമാരോപത്തിന്. ഒരു ആചാരാട്ടി മേലിൽ പിന്നൊരുത്തന്റെ പേരുള്ള നണ്ടാട്ടി മേലിട്ട് കോണ അത്ര വലിയ ആളാണ്. അത് നക്കൂടി ഇപ്പൊ ചൊല്ലണോ, ഇത്ര ആളെ എത്ര ചൊല്ലണോ? നാണാ വലിയ വലിയ എന്ത് സുബ്ഹാന ജല്ല ജലാലു. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് ബോധം നൽകണേ അല്ലാ, ഈമാൻ നൽകണേ അല്ലാ, സലാമത്ത് നൽകണേ അല്ലാ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, അവർ അള്ളാഹുവിന്റെ വഴിയിൽ ജിഹാദ് ചെയ്യുന്നവരാണ്. എന്തുകൊണ്ട്? അവരുടെ ശരീരം കൊണ്ടും സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ വഴിയിൽ അവർ ധാരാളം ജിഹാദ് ചെയ്യുന്നവരാണ്. സമ്പത്ത് കൊണ്ടും അള്ളാഹുവിന്റെ വഴിയില്, ശരീരം കൊണ്ടും അള്ളാഹുവിന്റെ വഴിയില്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതങ്ങ് പറഞ്ഞു തീർക്കുകയാണ്. ഒരുപാട് പറയാറുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ അൻഫിഖൂ മിൻ ത്വയ്യിബാതി മാ കസബ്തു. നിങ്ങൾക്ക് അള്ളാഹു നൽകിയതിൽ നിന്ന്, കഷ്ടപ്പെട്ടുണ്ടാക്കിയതിൽ നിന്ന് നല്ലത് നിങ്ങൾ ചെലവഴിക്കണേ. അള്ളാന്റെ ഖുർആൻ പറയുന്നു, നല്ലത് ചെലവഴിക്കണം, നല്ലത് കൊടുക്കണം. ഉള്ളതിൽ നല്ലത്. ബക്കറ്റ് വരുമ്പോ അടിയിലെ കൈയിട്ടിട്ട് കോയിൻസ് അല്ല തപ്പേണ്ടത്. 1000 500 വെച്ചിട്ട് പിന്നെയും തപ്പുന്ന ഏതുവരെ ജുമുഅക്ക് വന്നിരുന്നു പോലും എണിച്ചിട്ട് തുണി പൊന്തിച്ചിട്ട് നിക്ക് ഉള്ളിൽ കീശക്ക് കൈയിടുന്നതിന്റെ 10 ഉണ്ടോ 5 ഉണ്ടോ പിന്നെ 1000 ഉണ്ടോ 500 ഉണ്ട്. ഇതൊന്നും ബക്കറ്റ് കിടാൻ പറ്റില്ല, ഡബ്ബിക്ക് ഇടാൻ പറ്റില്ല. ഡബ്ബിക്ക് തപ്പിയിട്ട് പോലും 1 ഉറുപ്പല്ലാതെ ഇടല. നേർച്ചാക്കിയ പോലെ ഈ 1 ഉറുപ്പ മാത്രം ടൈന്നൊരു എറിയല്. ആർക്ക് വേണ്ടിയിട്ടാണിത്? അള്ളാഹുവിന് വേണ്ടിയിട്ടോ? ഉള്ളതിൽ നല്ലത്, പോക്കറ്റിൽ ഉള്ളതിൽ ഏറ്റവും മുന്തിയ നോട്ട്, ഏറ്റവും നല്ല നോട്ട് കൊടുക്കാനാണ്. ഏറ്റവും നല്ല സമ്പത്ത് ഉള്ളതിൽ നല്ലത്, ഉള്ളതിൽ വെച്ച് ഏറ്റവും നല്ലത് നിങ്ങൾ കൊടുക്കണം. കാരണം നിങ്ങൾ ചെലവഴിക്കുന്നതില്ലയോ, നിങ്ങൾ സദഖ ചെയ്യുന്നതില്ലയോ, നിങ്ങൾ നേർച്ചയാക്കിയതില്ലയോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതവൻ അറിയുന്നുണ്ട്. അല്ലാഹു അതറിയുന്നുണ്ട്. ഖുർആൻ പറയുകയാണ്, നിങ്ങൾ ചെയ്യുന്ന സദഖ, നിങ്ങൾ വെക്കുന്ന നേർച്ച, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അല്ലാഹു തആല അറിയുന്നുണ്ട്. അല്ലാഹു അറിയുന്നുണ്ട്. ആരറിഞ്ഞിട്ടില്ലെങ്കിലും അല്ലാഹു തആല അറിയുന്നുണ്ട്. നമ്മളുടെ സദഖ ബക്കറ്റിൽ നീ എത്ര ഇട്ടു അല്ലാഹു കാണുന്നുണ്ട്. നീ എത്ര നേർച്ച വെച്ചു അല്ലാഹു അതറിയുന്നുണ്ട്. ഇത് അല്ലാഹുവിന്റെ ഖുർആനാണ്, റബ്ബിന്റെ ഖുർആനാണ്. അല്ലാഹുവാണ് ഇത് പറയുന്നത്. നിങ്ങളുടെ സദഖ അല്ലാഹു കാണുന്നു, അറിയുന്നു. നിങ്ങളുടെ നേർച്ച അല്ലാഹു കാണുന്നു, അറിയുന്നു. അല്ലാഹുവിന്റെ ഖുർആനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ നേർച്ചകളെല്ലാം ഫഇന്നല്ലാഹ യഅലമുഹു വമാ ലിൽസാലിമീന മിൻ അൻസാർ വമാ അൻഫഖ്തും മിൻ നഫഖ വഔ നദർതും മിൻ നദർ
ഈ നദർ, ഈ നേർച്ച നമ്മളുടെ ഔ നദർതും മിൻ നദർ ഫഇന്നല്ലാഹ യഅലമുഹു വമാ ലിൽസാലിമീന മിൻ അൻസാർ. നിങ്ങൾ ചെലവഴിക്കുന്നത്, നിങ്ങൾ നേർച്ച വെക്കുന്നത്, ഇതെല്ലാം അല്ലാഹു അറിയുന്നുണ്ട്. എന്താ പെണ്ണുങ്ങൾക്ക് സൗകര്യമില്ലേ? ഇല്ല, ഇരിക്കാൻ ഉണ്ടാ സൗകര്യം ഉണ്ടല്ലോ മുകളിലല്ലോ. അല്ലാഹു നീ ബർക്കത്താക്കണം റഹ്മാനെ. ചില ആളെല്ലാം നേർച്ച വെക്കും, സീക്ക് വരുമ്പോ നേർച്ച അത്ര ഇത്രയായിട്ടല്ല എന്തെല്ലാം